ഹലോ, ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആംസ്റ്റർഡാമിലേക്കാണ്. ആംസ്റ്റർഡാമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ടുലിപ്പ് ഫീൽഡ്സും ടുലിപ്പ് ഗാർഡനുമാണ്. നമ്മൾ വീക്ക് ഡേയ്സിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. ബിക്കോസ് വീക്കെൻഡിൽ ഭയങ്കര തിരക്കാവല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇവിടെ വീക്ക് ഡേയ്സിൽ പോലും ഭയങ്കര തിരക്കാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമ്മൾ ബസ്സിന് കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നേരത്തെ വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഞങ്ങൾ എത്തിയപ്പോൾ അറൗണ്ട് 10 കഴിഞ്ഞിരുന്നു. അപ്പം മോർണിംഗ് ഒരു 9 to 10 ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംസ്റ്റർഡാമിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റുമായിരുന്നു. ഏപ്രിൽ മിഡ് തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു സീസൺ വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത്. പോകുന്ന വഴിയെ നമുക്ക് ടുലിപ്പ് ഫീൽഡ്സ് ഒക്കെ ഒരുപാട് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ കൂക്കൻഹോഫ് എത്തി. കൂക്കൻഹോഫ് എന്ന് പറയുന്നത് നമ്മുടെ ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ എത്തുന്നതാണ്. അതായത് നമ്മുടെ നൻബൻ ഫിലിമിനകത്ത് അസ്കലസ്ക ഐമോ ഐമോ ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഒക്കെ ലൊക്കേഷൻ ഇവിടെയാണ്. ആംസ്റ്റർഡാമിലെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് കൂക്കൻഹോഫിലെ ഈ ഒരു ടുലിപ്പ് ഫീൽഡ്. UK നിന്നും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഈ ഒരു ഇത് കാണാൻ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ പോകുന്ന സമയത്താണ് ഇങ്ങനെ വീൽ ചെയർ അല്ല, ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കണ്ടത്. ആരുടെയും സഹായം എനിക്ക് വേണ്ടടോ എന്നുള്ള രീതിയിലാണ് ആളുടെ നടപ്പ്. പിന്നെ വീൽ ചെയറിലും കുറച്ച് പേരെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഇവരുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സൗകര്യങ്ങളിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക്, ഇത്തരം ആൾക്കാർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ട്രെയിൻ ക്യാച്ച് ചെയ്യുന്നതും ബസ് ക്യാച്ച് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിശയം തന്നെ തോന്നിപ്പോവും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്കാണ് അവർ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ. ഇവിടുത്തെ റോഡുകളിലും ട്രാക്കുകളിലൊക്കെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ മാത്രം വരുത്തിക്കൊണ്ടാണ് അവരെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് ഇവിടുത്തെ സിസ്റ്റം ഇവിടെ ഹെൽപ്പാക്കുന്നത്. അത്ര അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സൂക്ഷ്മത അത് എവിടെയും കാണാം. ഇപ്പം നമുക്ക് ഈ ഒരു ഗാർഡനിലും അത് വളരെ വിസിബിളാണ്. സോ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് 7 മില്യൺ വെറൈറ്റി ഓഫ് ടുലിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡാഫഡിൽസിൻ്റെ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ മെയിൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ടുലിപ്സ് തന്നെയാണ്. ഏപ്രിൽ മിഡ് തുടങ്ങിയിട്ട് എൻഡ് വരെയാണ് ഡാഫഡിൽസിൻ്റെ ടുലിപ്പ് ഗാർഡൻ്റെ സീസൺ എന്ന് പറയുന്നത്. ബിക്കോസ് ടുലിപ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 2 വീക്സാണ് ഒരു ടുലിപ്പ് ഫ്ലവറിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. 2 വീക്കുള്ള ഒരു ടുലിപ്പ് ഫീൽഡിന് ഇവരെങ്ങനെയാണ് 6 വീക്സോളം പിടിച്ചു നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 വീക്സിൻ്റെ അടുത്താണ് ഇവിടുത്തെ എക്സിബിഷൻ ടൈം എന്ന് പറയുന്നത്. ബിക്കോസ് ആ ഒരു 6 വീക്കിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും. 2 വീക്ക് മാത്രമാണ് ഈ പൂക്കളുടെ കാലാവധി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം 3 ലെയറായിട്ടാണ് ഇവിടെ ഓരോ പ്ലാന്റ്സും പ്ലാന്റ് ചെയ്യപ്പെടുന്നത്. അപ്പം 3 ലെയർ എന്ന് പറയുമ്പം ഇതിനകത്ത് ഓരോ നിരകളിൽ നിന്നാണ് ഓരോ പ്രാവശ്യം പൂക്കളുണ്ടാകുന്നത്. അതായത് ആദ്യത്തെ 2 വീക്ക് ഇടതൂർന്ന് പ്ലാന്റ് ചെയ്യപ്പെട്ടുള്ള 3 നിരകളിൽ ഒരു നിരയിൽ നിന്ന് പൂക്കളുണ്ടാവുകയും അടുത്ത 2 നിരകളിൽ അതുപോലെ തന്നെ അടുത്ത കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 വീക്സ് കൂടിയിട്ട് അങ്ങനെ മൊത്തം 6 വീക്സിലേക്ക് സ്പ്രെഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ട്. ഈ ടുലിപ്സ് ഗാർഡൻ്റെ കൾട്ടിവേഷന് വേണ്ടത് വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സാൻഡ് സോയിൽ ബെഡ് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സാൻഡ് ബേസ്ഡ് ആയിരിക്കും. ഇവിടുത്തെ ഇറിഗേഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൈപ്പ് പോലും പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവരെപ്പോഴും ഇത് കറക്റ്റായിട്ട് വാട്ടർ ചെയ്ത് നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഇതിനെ എങ്ങനെയാണ് വാട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാനുവലാണ്. ഈ വിസിറ്റേഴ്സൊക്കെ പോയതിന് ശേഷം ഇവർ ഇത് കൈക്കൊണ്ട് നനയ്ക്കുവാണ്. അപ്പോൾ ഇത് എത്ര എഫേർട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇറിഗേഷൻ എന്ന് പറയുന്ന പൈപ്പൊക്കെ വെച്ചിട്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി പോകുമെന്നുള്ളത് കൊണ്ടായിരിക്കണം അവർ ഇറിഗേഷന് വേണ്ടിയിട്ട് പൈപ്പ് യൂസ് ചെയ്ത് മാനുവലായിട്ടുള്ള ഒരു വാട്ടറിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത്. മേ ബി ചിലപ്പോൾ വാട്ടർ ടാങ്ക് ഉള്ള വണ്ടികളൊക്കെ, ടാങ്ക് ലോറികൾ പോലത്തെ അങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ആയിരിക്കാം. എങ്കിൽ പോലും ഭയങ്കര എഫോർട്ടുള്ളൊരു പരിപാടി തന്നെയാണ് അതെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് പോലും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡോറ ബുജി എന്ന് പറയുന്നത് എസ്തറാണ്. നമ്മൾ എക്സിറ്റിലേക്കുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. നമുക്ക് വിൻമില്ല് മിസ്സായിരുന്നു. ഇവിടെ വരുന്നവർക്ക് വിൻമില്ലും കൂടി കാണാനായിട്ട് പറ്റും. ഈ ഒരു സംഭവം നമ്മുടെ അസ്കലസ്കേൻ്റെ ഒരു ലൊക്കേഷനിൽ ചെറിയൊരു പാത്ത് വരുന്നുണ്ട്. എനിക്ക് അസ്കലസ്ക എന്ന് പറഞ്ഞ ആ പാട്ട് ഭയങ്കര ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓരോ ലൊക്കേഷനുകൾ പോകുമ്പോഴും അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് പിക്ചറൈസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടുലിപ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നത് ടുലിപ്സ് അല്ല വേറെ ഫ്ലവർ ആണെന്നാണ്. പക്ഷേ ഇത് ടുലിപ്സിൻ്റെ തന്നെ വേറൊരു സ്പീഷീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഫഡിൽസ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അതും പല കളറിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ടുലിപ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ചെറി ബ്ലോസത്തിൻ്റെ ഒരു വെറൈറ്റി അവിടെ കാണുന്നുണ്ട്. ചെറി ബ്ലോസം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാവശ്യം ഭയങ്കര കൂടുതലായിട്ട് കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ചെറി ബ്ലോസം എന്തായാലും കാണാൻ പോകണം. അപ്പോൾ ചെറി ബ്ലോസം എന്ന് പറയുന്നത് ബോണിലൊക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമായിരിക്കും അത് കാണാനായിട്ട്. ടുലിപ്സ് പോലെ തന്നെ ഏറ്റവും മനോഹരമുള്ളൊരു സംഭവമാണ് നമ്മുടെ ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു പിങ്ക് കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എക്സിറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഫൗണ്ടെയിൻ കാണാം. അങ്ങനെ ഇവിടെയും കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിധി മൂലം നമുക്ക് പലതും പലപ്പോഴും മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറി ബ്ലോസത്തിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കും. ചെറി ബ്ലോസത്തിൻ്റെ എക്സാക്റ്റ് കളർ ഇതിനകത്ത് കിട്ടുന്നില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഇത് ചെറി ബ്ലോസം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്രാവശ്യം ബോണിലെ ചെറി ബ്ലോസം നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല, ജസ്റ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. എനിവേ അടുത്ത പ്രാവശ്യം എന്തായാലും ചെറി ബ്ലോസം കാണാൻ പോകണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ടുലിപ്പ് ഗാർഡനിൽ നിന്ന് ടുലിപ്പ് ഫീൽഡിലേക്കാണ്. ടുലിപ്പ് ഫീൽഡ്സൊക്കെ കുറേ സിനിമയിൽ കുറേ സോങ്സിലൊക്കെ എങ്ങനെയായാലും വരാറുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഫുൾ ആ ഒരു സോങ്ങിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടുലിപ്പ് ഫീൽഡ്സ് ആയിട്ടുള്ളത് അന്യൻ മൂവിനകത്ത് കുമാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിനകത്താണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, അവിടെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ ഞങ്ങളത് പോയി, ഞങ്ങൾക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാൻഡി ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് ടുലിപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പം €2000 വരെ ഒരു ടുലിപ്പിന് ഉണ്ടാകുന്ന അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടുലിപ്സ് പോലും ഇവിടെ കൾട്ടിവേറ്റ് ആക്കപ്പെടുന്നുണ്ട്. അപ്പം അത്രയും സംഭവങ്ങളൊക്കെ ഇവർ വളരെ പ്രീഷ്യസ് ആയിട്ടാണ് എന്താ പറയുന്നത് നോക്കുന്നതൊക്കെ. ഇത് ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്കാണ്. അവരത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രീഷ്യസ് ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻസിന് അങ്ങനൊരു സ്വഭാവം ചെറുതായിട്ട് ലാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. യൂറോപ്യൻസ് ആണെങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ വച്ചെന്ന് പറിക്കാൻ പോകുമ്പം നമ്മുടെ പാരൻസ് ചിലരൊന്നും അത് മൈൻഡ് ആക്കാത്ത പോലെ തോന്നി. അപ്പോൾ 2 ജർമ്മൻസ് അതിൽ കൂടെ പോകുന്ന സമയത്ത് അവരിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ചെയ്തു വയ്ക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു കൾച്ചറൽ ജനറലൈസേഷന് കാരണമാവും. അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ തിരിച്ചു പോകാനുള്ള യാത്രയാണിത്. അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. വീക്ക് ഡേയ്സിൽ ഇത്രയും തിരക്കാണെങ്കിൽ വീക്കെൻഡിൽ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഇറ്റ് വിൽ ബി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചൂസ്